Hello dear children. Last class we discussed about the seasons happens. The change in seasons from summer to winter and then back from winter to summer that happens because of two reasons. First one is the tilt of the earth's axis and second one is the orbit of the earth around the sun. And the earth in position on its orbit in June and in December. We already discussed about it in June. The northern hemisphere has summer in June and the southern hemisphere has winter in June. Today we are going to discuss about it in December. Last class we discussed about the experiment that we need a globe and an adjustable lamp. Place the lamp at the center of the table and it represents the sun. Now shift your globe to the December position in its orbit. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതാണ് ജൂണിലെ ക്ലൈമറ്റ് സീസൺ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്. സോ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ആ ഗ്ലോബിന്റെ പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കണം. Then shift your globe to the December position in its orbit. This is the opposite of the June position. Make sure the axis is tilted in the same direction. You can see the diagram. ഡയഗ്രത്തിലോട്ട് നോക്കിയാൽ അറിയാം എർത്തിന്റെ ആക്സിസ് ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടാണ് ചെരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡിസംബറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂണിലേത് നമ്മൾ ചെയ്തപ്പം ആ എക്സ്പെരിമെന്റിന്റെ ഗ്ലോബ് വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഈ ഗ്ലോബ് തിരിച്ചു വെക്കണം. എന്നിട്ട് ഇതുപോലെ ലാമ്പ് ഓൺ ചെയ്തിട്ട് നോക്കണം. ടേൺ ദ ലാമ്പ് ടു ദി ഫേസ് ഓഫ് ദി ഗ്ലോബ്. ഇത് കൂട്ട് ലാമ്പ് ഇങ്ങനെ ഇത് വെച്ച് ഈ പിക്ചറിലോട്ട് നോക്കിയാൽ കാണാം. കണ്ടോ, എർത്തിന്റെ ആക്സിസ് ഇങ്ങനെ ടിൽറ്റഡ് ആയതുകൊണ്ട് ചില പൊസിഷനിൽ സൺലൈറ്റിന്റെ റേസ് നല്ലതായിട്ട് വരുന്നുണ്ട്, ചില പൊസിഷനിൽ നോക്കിയേ സൺലൈറ്റിന്റെ റേസ് കുറവാണ് വരുന്നത്. In December, the season will be the opposite of what they are in June. നമ്മൾ ജൂണിലേത് പഠിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസംബറിലെ ക്ലൈമറ്റ്. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഹാസ് വിന്റർ ഇൻ ഡിസംബർ. ഡിസംബറിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആയിരിക്കും. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇസ് tilted away from the sun. The sun's rays fall less directly on it. ഈ മുകളിൽ കാണുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴെ കാണുന്നതാണ് സദേൺ ഹെമിസ്ഫിയർ. സണ്ണിന്റെ റേസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നത്? സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിന്റെ റേസ് കുറവാണ്. ദ സൺസ് റേസ് വാൾ ലെസ് ഡയറക്ട്ലി ഓൺ ഇറ്റ്. വളരെ കുറവാണ് സണ്ണിന്റെ റേസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിസംബർ ടൈമിൽ. ദ ഡേയ്സ് ആർ ഷോർട്ട് ആസ് ദി സൺ റൈസസ് ലേറ്റ് ആൻഡ് സെറ്റ്സ് ഏർലി. And the North Pole will now have continuous night, polar night. That is polar night. Polar night നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? പോളാർ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം നൈറ്റായിട്ടിരിക്കുന്നത്. ദെൻ യു ക്യാൻ സീ ദിസ് പിക്ചർ. ഈ പിക്ചറിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സി, ഇവിടെ ബ്ലാക്ക് ആണ്, സൺറൈസ് വരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സമയങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് പോളാർ നൈറ്റ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിസംബറിൽ. ദ സദേൺ ഹെമിസ്ഫിയർ ഹാസ് സമ്മർ ഇൻ ഡിസംബർ. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ ഈ താഴെ കാണുന്ന പിക്ചറിലെ കൂട്ട് സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും ഡിസംബറിൽ. ദ സദേൺ ഹെമിസ്ഫിയർ ഈസ് tilted towards the sun. സണ്ണിനോട് അടുത്താണ് സദേൺ ഹെമിസ്ഫിയറിൽ ഇരിക്കുന്നത് ഡിസംബറിൽ. Its rays will fall directly on the hemisphere. സണ്ണിന്റെ റേസ് ഡയറക്റ്റ് ആയിട്ടാണ് സദേൺ ഹെമിസ്ഫിയറിൽ വന്ന് അടിക്കുന്നത്. So the days are long as the sun rises early and sets late. നേരത്തെ നേരം വെളുക്കും, അതുകൂട്ട് താമസിച്ചാണ് അസ്തമിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്. The south pole will have continuous day. So you can see this picture to understand this. The two hemispheres has opposite season. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് സൈഡിലുള്ള നോർത്തേൺ ഹെമിസ്ഫിയറും
സെക്കൻഡ് ഈ വൈറ്റ് സൈഡിൽ കാണുന്നത് സദേൺ ഹെമിസ്ഫിയറുമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എപ്പോഴും സീസൺ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും. അതുപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ വരുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആയിരിക്കും. The two hemispheres has opposite season. When the northern hemisphere like in India, USA or Europe has summer, and the southern hemisphere in the places like Australia and South Africa has winter. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ഇന്ത്യ അല്ലെങ്കിൽ USA, യൂറോപ്പിയൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ അവിടെ സമ്മർ ആയിരിക്കുമ്പം സദേൺ ഹെമിസ്ഫിയറിലെ പ്ലേസസ് ആണ് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഒക്കെ. ഇവിടെ അപ്പം വിന്റർ ആയിരിക്കും. വെൻ ദി സദേൺ ഹെമിസ്ഫിയർ ഹാസ് സമ്മർ, സദേൺ ഹെമിസ്ഫിയറിൽ അതുകൂട്ട് സമ്മർ സീസൺ വരുന്നുണ്ട്. ഇറ്റ് ഈസ് വിന്റർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും. എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും സീസണും. Seasons were identified in ancient India with the following Sanskrit names. ഇന്ത്യയില് 6 സീസൺസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് കാണുന്നത് സാൻസ്ക്രിറ്റ് നെയിം ആണ്. ഗ്രീഷം, ഫസ്റ്റ് വൺ ഈസ് ഗ്രീഷം, ദാറ്റ് ഈസ് സമ്മർ സീസൺ. വർഷ, ദാറ്റ് ഈസ് മൺസൂൺ സീസൺ. ശരത്, ദാറ്റ് ഈസ് ഓട്ടം സീസൺ. ഹേമന്ത്, ദാറ്റ് ഈസ് വിന്റർ സീസൺ. ശിശിർ, the season when snow thaws, and Vasant, that is spring season. Ancient India 6 seasons ആണ്. Grisham, Varsha, Shishir, Sharad, Hemant and Vasant. That is Grisham എന്ന് പറയുന്നത് summer season, Varsha, that is monsoon season, മഴക്കാലം. Shishir, that means the season when snow thaws, മഞ്ഞ് പൊഴിയുന്ന സമയങ്ങൾ. Then Sharad, that is autumn season, ഇലകളൊക്കെ പൊഴിയുന്ന സമയം. Hemant, that is winter season, and Vasant, that is spring season. Then the rhythms of the earth movement. We have seasons because of the tilt of the earth axis and the orbit of the earth around the sun. As the earth goes around the sun, one season follow another in a continuous cycle. This happens year after year. The rhythm, that means the regular movement of the season, never changes because the revolution of the earth never changes. ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊരു സൈക്കിളാണ്. ഒരു ക്ലൈമറ്റ് കഴിയുന്നുണ്ട് അടുത്ത ക്ലൈമറ്റ്. ഇതൊരു ഋതമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എർത്ത് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, സണ്ണിന് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സണ്ണിന് as the earth goes around the sun, one season follow another in a continuous cycle. എർത്തിന് ചുറ്റും ഇങ്ങനെ സണ്ണിന് ചുറ്റും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ അതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദിസ് ഹാപ്പൻസ് ഇയർ ആഫ്റ്റർ ഇയർ. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഈ കണ്ടിന്യൂസ് സൈക്കിളായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. So the rhythm or the regular movement, rhythm എന്ന് പറയുന്നത് that means the regular movement of the season never change because the revolution of the earth never changes. In the same way, the rhythm of day and night remain the same because the earth always takes 24 hours in one rotation. അതുകൂട്ട് ഡേയും നൈറ്റും ഇതുകൂട്ട് ഇതിങ്ങനെ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡേയും നൈറ്റും അതും ഇങ്ങനെ കണ്ടിന്യൂസ് സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. The rhythms of the earth's movements are important for us because our lives are affected by the seasons and by the daily pattern of day and night. എർത്തിന്റെ റിതം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. കാരണം അങ്ങനെ ചേഞ്ച് ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എർത്ത് ഒരു ദിവസം അല്ലെങ്കിൽ 1 hour ഇങ്ങനെ മൂവ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാവരുടെയും ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. സോ എർത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ് ചെയ്താൽ മാത്രമേ ലൈഫ് നടക്കത്തുള്ളൂ. ഡേയും നൈറ്റും എല്ലാം സീസൺസും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, so I hope you understand this chapter. Thank you, children.